നിൽക്കുന്ന ടൗണിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ ഈ കസേരയിലേക്ക് വന്നിരിക്കണം. തണൽ വന്നു. അഡ്വക്കേറ്റ് പഴകുളം മധു, KP ശ്രീകുമാർ, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് തുടങ്ങിയ നേതാക്കൾ ഇവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ സ്ക്രീനിൽ കാണിച്ചത് ഒരു തീ വരുന്നുണ്ടെന്നാണ്. ആ തീയോടുകൂടി അദ്ദേഹം ഇവിടെ എത്തി നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കും. അതിനുശേഷം ഷാഫി പറമ്പിൽ സംസാരിക്കും. ഇവിടെ നിന്നുള്ള നേതാക്കൾ യൂത്ത് മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റ്, നമ്മുടെ ഇടയിലെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നമ്മുടെ ഇടയിൽ കൂടെ തന്നെയാണ് വരുന്നത്. ദയവ് ചെയ്ത് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ സമ്മേളനത്തിൽ ഇവിടെ വന്നിരിക്കുന്ന 10-1 ആളുകൾ ഈ കസേരയിൽ ഇരുന്നാൽ തന്നെ വലിയ ഒരു സമ്മേളനമായി ഇത് കാണും. ആയിരക്കണക്കിന് ആളുകൾ റോഡിൽ നിൽക്കുകയാണ്. ദയവ് ചെയ്ത് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം. KPCCയുടെ ഭാരവാഹികളെ ഈ ഫണ്ട് സമാഹരണവുമായിട്ട് മണ്ഡലം പ്രസിഡന്റുമാരെ സമീപിക്കണം. അതുപോലെ അടുത്ത പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ യുവ നേതാവ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യരായ നിരവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. ഏറെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാ നേതാവ് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയും വണ്ടൂരിൻ്റെ MLAയുമായ പ്രിയപ്പെട്ട ശ്രീ AP അനിൽകുമാർ അവർകൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗവും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ MLA, ഇരിക്കൂറിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ സജീവ് ജോസഫ് അവർകൾ, മുൻ AICC സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ശ്രീ MM നസീർ, ശ്രീ പഴകുളം മധു, ശ്രീ KP ശ്രീകുമാർ, KPCC ഉപാധ്യക്ഷൻ ശ്രീ VP സജീന്ദ്രൻ, KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ PM നിയാസ്, ശ്രീമതി ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള നിരവധി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ അധ്യക്ഷൻ ശ്രീ ഹാരിസ് മുതൂർ അടക്കം, അസംഘടിത തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷൻ ശ്രീ റിജിൽ മാക്കുറ്റി അടക്കം, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ റിയാസ് മുക്കോളി അടക്കം, മുഹമ്മദ് കുഞ്ഞുമാഷ് അടക്കം നിരവധിയായ നേതാക്കന്മാരെ കൊണ്ട് അലങ്കൃതമാണ് നമ്മുടെ ഈ വേദി. അതോടൊപ്പം തന്നെ സമരാഗ്നി എന്ന നമ്മുടെ ഈ സമര പ്രഖ്യാപന പരിപാടിയുടെ ഭാഗമാകുവാൻ വിവിധ പ്രദേശത്ത് നിന്ന് ഈ അരീക്കോടിൻ്റെ മണ്ണിനെ ത്രിവർണ്ണ ശോഭയിൽ ഒരു കടലാക്കി മാറ്റിയിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഊർജവും ആവേശവുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നിരവധി നേതാക്കന്മാർ എനിക്ക് മുൻപും എനിക്ക് ശേഷവും സംസാരിക്കാനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ല മുതൽ ആരംഭിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അവസാനിക്കുന്ന 14 ജില്ലകളിലൂടെയും കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ പരിപാടി, ഒരു സമര പ്രഖ്യാപന പരിപാടി, സമരാഗ്നി എന്ന പേരിൽ നമ്മൾ നടത്തുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യത്തെ ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്ന ദിവസമാണ് ഇന്ന് അരീക്കോട് നമ്മുടെ ഈ ജാഥ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം കേരള സംസ്ഥാനത്തിലെ മുഴുവൻ മലയാളികളെയും ഏറ്റവും രൂക്ഷമായ രീതിയിൽ ബാധിക്കുന്ന ഒരു വിലക്കയറ്റത്തിന് കൂടി കാരണമാകുന്ന ദിവസമായി മാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം കൊണ്ട് അല്ലെങ്കിൽ തന്നെ വല്ലാതെ പൊറുതിമുട്ടി ജീവിതം ദുസ്സഹമായി ഇനി ഒരടി പോലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരിക്കുന്ന സാധാരണക്കാരായ മലയാളികൾക്ക് മുന്നിലേക്കാണ് ഈ സംസ്ഥാന സർക്കാർ 13 ഇനങ്ങളുള്ള സബ്സിഡൈസ്ഡ് ഇനങ്ങളുടെ വിലവർധനവിലേക്ക് നമ്മുടെ നാട്ടിനെ തള്ളിവിട്ടിരിക്കുന്നത്. ഇന്നലെ വരെ 1 കിലോ ചെറുപയറിൻ്റെ വില 74 രൂപയാണ് എങ്കിൽ ഇന്ന് നമ്മൾ അരീക്കോട് സപ്ലൈകോയിൽ പോയാൽ 1 കിലോ ചെറുപയറിൻ്റെ വില 93 രൂപയാണ്. ഇനി തൊട്ട് നമ്മുടെയൊക്കെ നാട്ടിലെ ഏതെങ്കിലും ഹോട്ടലുകളിൽ ഉഴുന്നുവട ചോദിക്കുമ്പോൾ വട കാണാതെ തുള മാത്രം തന്നാൽ നമ്മൾ ഹോട്ടലുകാരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഉഴുന്നിൻ്റെ വില ഇന്നലെ വരെ 1 കിലോയ്ക്ക് 66 രൂപയായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം 95 രൂപയായി മാറിയിരിക്കുക. പിന്നെ ഈ സാധുക്കളായ ഹോട്ടൽ ഉടമകൾ എന്ത് ചെയ്യും? 12 രൂപയ്ക്ക് നമുക്ക് വട തരികയും ചെയ്യണം, ഉഴുന്നിന് വില കൂടുകയും ചെയ്തു. പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്നത് എന്താ? ഇതിൻ്റെ തുളയുടെ വിസ്തീർണ്ണം വർദ്ധിപ്പിക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ വളയുടെ വലിപ്പത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഉഴുന്നുവട കിട്ടാൻ പോകുന്നത്. കടലയ്ക്ക് 43 രൂപയുണ്ടായിരുന്നത് 70 രൂപയായി വർദ്ധിപ്പിച്ചു. പച്ചരിക്ക് അരി കഴിച്ച് കഞ്ഞി കുടിച്ചു പോലും ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർ ജീവിക്കുവാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ട് ഈ സംസ്ഥാന സർക്കാർ 1 കിലോ അരിയുടെ വില ഇന്നലെ വരെ 25 രൂപയായിരുന്നത് ഒരു ദിവസം കൊണ്ട് 5 രൂപ വർദ്ധിപ്പിച്ച് 30 രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ നിത്യജീവിതത്തിന് സഹായകമാകുന്ന മുഴുവൻ ഇനങ്ങൾക്കും ഗണ്യമായ വിലവർധനവ് ഉറപ്പാക്കിയിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതടക്കമുള്ള നിരവധിയായ വിഷയങ്ങൾക്കെതിരായി ഈ സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എതിരാണ് എന്ന ഉത്തമമായ ബോധ്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു സമരപ്രഖ്യാപന പരിപാടിയുമായി കടന്നു പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഏറെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ആഡംബര അടിയന്തരാവസ്ഥയുടെ സഞ്ചരിക്കുന്ന ദൂരത്തിൻ്റെ ബസ് ഇതുവഴിയൊക്കെ പോയി. ഈ പ്രദേശത്തൂടെയും കടന്നുപോയി കാണും. എന്തായിരുന്നു അതിൻ്റെ പേര്? നവകേരള സദസ്സ്. ഞാൻ ചോദിച്ചോട്ടെ, നവകേരള സദസ്സിനകത്ത് ഈ കേരളത്തിൻ്റെ പൊതുഖജനാവെന്ന് പറയുന്നത്, പൊതുഖജനാവിനെ പറ്റി പറയുന്നത് അതിനകത്ത് 1 രൂപ പോലും എടുക്കാനില്ലാതെ അടുത്ത മാസം ഈ നാട്ടിലെ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കുവാൻ പോലും കഴിയുമോ എന്ന് യാതൊരു വിധമായ ഉറപ്പുമില്ലാത്ത സാഹചര്യമുള്ള ഒരു പൊതുഖജനാവ്. ആ പൊതുഖജനാവിൽ നിന്ന് നവകേരള സദസ്സ് എന്ന് പറയുന്ന ആഡംബര അടിയന്തരാവസ്ഥ സംഘടിപ്പിക്കുവാൻ എത്ര കോടി രൂപ ചെലവഴിച്ചു എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രിക്ക് പോലും അതിനെപ്പറ്റി ധാരണയില്ല. സാർവത്രികമായ പിരിവല്ലായിരുന്നു ഇവിടെ. ഈ പ്രദേശത്ത് നിങ്ങൾക്കറിയുന്ന എത്രയോ ആളുകൾ, ചെറുകിട കച്ചവടക്കാർ, വൻകിട വ്യവസായികൾ, ഈ നാട്ടിൽ ദിവസവേതനത്തിന് പോകുന്ന ആളുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്നും അതാത് മനുഷ്യന്മാരെ സ്വാധീനിക്കുവാൻ കഴിയുന്ന, അവരെ വിരട്ടുവാൻ കഴിയുന്ന, അവരെ ഭീഷണിപ്പെടുത്തുവാൻ കഴിയുന്ന ആളുകളെ നിയോഗിച്ചുകൊണ്ട് നടത്തിയ പണപ്പിരിവിനെ പറ്റി നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. വില്ലേജ് ഓഫീസർമാരിറങ്ങി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പിരിവ് നടത്തി. GST ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി കച്ചവട സ്ഥാപനങ്ങളിൽ പിരിച്ചതിൻ്റെ വാർത്തകൾ വന്നു. സ്കൂൾ അധ്യാപകർ ഇറങ്ങി കുട്ടികളുടെ വീട്ടിൽ നിന്ന് പിരിവിന് പോകുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാത് ആളുകളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന, അവർക്ക് ഭയഭക്തി ബഹുമാനങ്ങളുള്ള അതാത് വകുപ്പിലെ ആളുകളെ കൊണ്ട് എത്ര കോടി രൂപയാണ് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന ആഡംബരത്തിന് വേണ്ടി ചെലവഴിച്ചതെന്ന് പോലും അറിയില്ല. അതെല്ലാം അവിടെ നിൽക്കട്ടെ. എൻ്റെ ലളിതമായ ചോദ്യം, ഇത്ര കോടാനുകോടി രൂപ മുടക്കി ആ സ്റ്റേജിന് മാത്രം ഏതാണ്ട് 35-40 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ആ സ്റ്റേജ് മാത്രം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ 35-40 ലക്ഷം രൂപ മുടക്കി ഒരു സ്റ്റേജ് നിർമ്മിച്ച് 10-20 മന്ത്രിമാരുടെ
ഫാഷൻ പരേഡ് നടത്തി ഇവരുടെയൊക്കെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വായ്ത്താരികൾ കേട്ടുപോയതിനു ശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന, ഈ അരീക്കോടിൻ്റെ മണ്ണിലെ ജനാധിപത്യ വിശ്വാസികളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ലളിതമായ ചോദ്യം, ഈ അരീക്കോട് എന്ന് പറയുന്ന ഈ ചെറിയ പ്രദേശത്ത് നവകേരള സദസ്സ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ഇത്ര കോടാനുകോടി രൂപ മുടക്കി ചെലവഴിച്ചൊരു പരിപാടി നടത്തി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരും വകുപ്പ് മന്ത്രിമാരും എല്ലാവരും വന്നു പോയതിനു ശേഷം ഈ അരീക്കോടുകാർക്കുണ്ടായ ഒരു പ്രയോജനം, ഒരുപാടൊന്നും പറയണ്ട, ഒരു പ്രയോജനത്തെ പറ്റിയെങ്കിലും പറയുവാൻ കഴിയുന്ന ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർ ഈ വേദിയിലേക്ക് വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആഡംബര അടിയന്തര വസ്തു കൊണ്ട് ഈ നാടിന് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് ഞാൻ ചോദിച്ചോട്ടെ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ എത്രയോ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തേക്ക് വന്നു. ആ ചിത്രങ്ങളിൽ പിണറായി വിജയൻ കൈവീശി കാണിക്കുന്നത്, ബസ്സിലേക്ക് പറന്നു കയറുന്നത്, കുറെ അംഗരക്ഷകന്മാരുടെ നടുക്ക് നിൽക്കുന്നത്, മന്ത്രിമാർ വളരെ ഔപചാരികമായി നോക്കി നിൽക്കുന്നത്, പാർട്ടിക്കാർ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുന്നതല്ലാതെ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, നവകേരള സദസ്സ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ അവസാനിക്കുമ്പോൾ പിണറായി വിജയൻ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അടുത്ത് നിൽക്കുന്ന, ഈ നാട്ടിൽ പിണറായി വിജയന്റെ അടുത്തേക്ക് പരാതി പറയാൻ വന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്ന, ഈ നാട്ടിലെ ഏതെങ്കിലും ആവലാതിക്കാരൻ അവന്റെ വെറുതെ കടലാസുമായി കടന്നു വരുമ്പോൾ അവനെ ഒന്ന് ചേർത്ത് ആശ്ലേഷിക്കുന്ന ഒരൊറ്റ ചിത്രമെങ്കിലും പിണറായി വിജയൻ്റെതായിട്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. പിണറായി വിജയനെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒന്ന് തൊടാൻ കഴിഞ്ഞ ഏതെങ്കിലും ഒരു മലയാളി 3.5 കോടി മലയാളികൾക്കിടയിലുണ്ടോ? ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളവായി ഒരു മലയാളിയുണ്ട്. ആ മലയാളി ഭാഗ്യവശാൽ നിങ്ങളുടെ ജില്ലക്കാരനാണ്. ഓർമ്മയില്ലേ? നിലമ്പൂരിലല്ലേ? നിലമ്പൂരിൽ ഒരു NCC കേഡറ്റ്, ഒരു 10-14 വയസ്സുള്ളൊരു പയ്യൻ, അവന് മാത്രമാണ് പിണറായി വിജയനെ ഒന്ന് അടുത്ത് കിട്ടിയത്. കിട്ടിയപ്പം തന്നെ അവൻ കൈ തീർത്ത് പിണറായി വിജയന്റെ കണ്ണിൽ തന്നെ ഒന്ന് പൊള്ളിച്ചു. അതിനുശേഷം പിണറായി വിജയൻ ഇങ്ങനെ കണ്ണ് മിന്നിച്ചിരിക്കുന്ന കാഴ്ച കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടു. അല്ലേ? നമ്മൾ കണ്ടില്ലേ ആ ചിത്രം? പിണറായി വിജയന്റെ മുഖം നിങ്ങൾ നോക്കണം. പിണറായി വിജയൻ ആ പയ്യനെ നോക്കുമ്പോൾ എനിക്കൊരു കാര്യത്തിനകത്ത് ആശ്വാസമുണ്ടായത്, ക്യാമറകൾ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ 14 വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥി ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. കാരണം അമ്മാതിരി കൊടുപ്പാണ് ആ പയ്യൻ പിണറായി വിജയന്റെ കണ്ണിലിട്ട് കൊടുത്തത്. ആകെ എടുത്ത് കിട്ടിയൊരു ചെറുപ്പക്കാരൻ അവന് കഴിയുന്ന പോലെ അവൻ പ്രതികരിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നമ്മളിങ്ങനെ തിരക്കിലൊക്കെ കയറി വരുമ്പോൾ നമ്മളോട് സ്നേഹമുള്ള ആളുകൾ നമ്മളെ പിടിച്ച് നിർത്തിയെന്നിരിക്കാം, അറിയാതെ ആളുകൾ തിരക്കിലാണെങ്കിൽ കാലി ചവിട്ടിയെന്നിരിക്കാം. അങ്ങനെയൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചാൽ നമ്മളെന്താ ചെയ്യുക? അവർക്ക് വിഷമാകുന്നു തോന്നി നമ്മൾ പറയും കുഴപ്പമില്ല, സാരമില്ല, പോട്ടെ എന്ന് പറയും. ഇത് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞോ? ഇല്ല. ആ പയ്യനെ രൂക്ഷമായി നോക്കുക. കാരണം വിജയന്റെ കണ്ണിങ്ങനെ ചുവന്ന് കിടക്കുക. നേരത്തോട് നേരെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ PR ടീമുകാർ പറഞ്ഞു ഇതിലൊക്കെ ഒരു സാധ്യതയുണ്ടെന്നാ. അതായത് ആ പയ്യനെ വിളിച്ച് മാപ്പ് കൊടുത്താൽ ഇത് ആളുകൾക്കിടയിൽ സ്വീകാര്യമായി ചർച്ച ചെയ്യപ്പെടും. ഉടനെ 24 മണിക്കൂർ കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ ആ പയ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് മാപ്പാക്കിയിരിക്കുന്നു. എന്തൊരു വലിയ കാര്യമാണ്. എന്നിട്ട് ആ പയ്യന് ഞാൻ നോക്കുന്നുണ്ട്, ആ ചിത്രം നിങ്ങളെടുത്ത് നോക്കണം. ആ പയ്യൻ ഇത്രയും ദൂരത്തിൽ ഒരു പേന കൊടുത്തു. സാധാരണ നമ്മളൊരു പേന കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കും, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട്. ഇതിങ്ങനെയാണ് നീട്ടി കൊടുക്കുന്നത്. കാരണം എന്താ? വിജയന് പേടിയാ. ആ പയ്യന്റെ പേനയും വിജയൻ അടുത്തും വന്നാൽ പേന വെച്ചെങ്ങാനും ചാമ്പിക്കളയുമോ എന്നുള്ള ആശങ്കയിൽ അപ്പോ പിണറായി വിജയൻ നമ്മളതിനകത്ത് അസ്വസ്ഥപ്പെടാൻ പാടില്ല. ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരായ മനുഷ്യന്മാരുടെയും എല്ലാ ആവലാതികളെയും അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കോൺഗ്രസിന്റെ വേദി ആയതുകൊണ്ടാണ് അവാക്ക് ആ സഹോദരിക്ക് ഇങ്ങനെ വന്നൊരു കൺസേൺ പറയാൻ കഴിഞ്ഞത്, ഇങ്ങനെ സുഗമമായി തിരിച്ചു പോകാൻ കഴിയുന്നത്. അത് നമ്മുടെ പ്രസ്ഥാനത്തോട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്കുള്ള വിശ്വാസം കൊണ്ടാണ്. വിജയനെങ്ങാനും പ്രസംഗിക്കുമ്പോഴാണ് ഇങ്ങനെ ചെല്ലുന്നതെങ്കിൽ ആ സഹോദരിയുടെ അടുത്ത ആഴ്ച ആ സഹോദരിയുടെ പടം മനോരമ പത്രത്തിൽ വന്നേനെ. നമ്മളങ്ങനെ വിചാരിക്കുന്ന ആളുകളല്ല. ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ജാഥയുടെ നായകർ, പ്രിയപ്പെട്ട കേരളത്തിന്റെ ജനപക്ഷ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും അതുപോലെ തന്നെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരനും ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. കാസർഗോഡ് ജില്ലയിൽ തുടങ്ങി കാസർഗോഡ് ജില്ലയിലെ വമ്പൻ പരിപാടികൾക്ക്, അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീ മുഹമ്മദ് അസറുദ്ദീൻ അടക്കം, മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയി അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മുടെ നേതാക്കന്മാർ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ,
കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ഒരു ചെറു തീയായി തുടങ്ങി ആ തീപിന്റെ കത്തിജ്വലിച്ച ഇന്നൊരു കാട്ടുതീ കണക്കെ ഈ കേരളത്തിലെ അഴിമതി ദുർഭരണത്തെ തൂത്തെറിയുവാൻ പര്യാപ്തമായ ഒരു കാട്ടുതീയായി ഈ സമരാഗ്നി എന്ന് പറയുന്ന നമ്മുടെ സമര പ്രഖ്യാപന ജാഥകൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ തർക്കവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സമൂഹ മാധ്യമത്തിലൂടെ കണ്ടൊരു ചിത്രമുണ്ട്. മട്ടന്നൂരിന്റെ മണ്ണിൽ 10,000-കണക്കിന് മനുഷ്യന്മാരുടെ നടുക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ കെ സുധാകരൻ നിന്ന് ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന ചിത്രം. ഏത് ജില്ല? കണ്ണൂർ ജില്ല, പിണറായി വിജയന്റെ ജില്ല മട്ടന്നൂര്. ഏത് മട്ടന്നൂര്? 60,000-ത്തിലധികം വോട്ടുകൾക്ക് കേരള നിയമസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു പോയ അതേ മട്ടന്നൂരിൽ 10,000-കണക്കിനായ മനുഷ്യന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അത്തരത്തിലൊരു ജാഥ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ഉറപ്പാണ് കാറ്റുമാറി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ സൂചനയാണ് ഈ സമരാഗ്നി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കുകയായി. പുറകിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവായി അതാത് കസേരകളിൽ വന്ന് ഇരിക്കേണ്ടതാണ്. മുഴുവൻ ആളുകളും കസേരകളിൽ വന്ന് ഇരുന്ന് സഹകരിക്കണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. അരീക്കോടിനെ ധന്യമാക്കുന്ന ഒരു മഹനീയമായ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും ഈ വേദിയുടെ സമീപത്തുനിന്ന് മാറി പുറകുവശത്തുള്ള കസേരകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പോരാത്തുള്ള കസേരകൾ നമുക്ക് അവിടെ സൗകര്യങ്ങളുണ്ട്. എല്ലാവരും ദയവായി അതാത് ഇരിപ്പിടങ്ങളിൽ നിന്ന് ഈ പരിപാടി ഗംഭീരമായി വിജയിപ്പിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും മികച്ച KPCCയുടെ അധ്യക്ഷനും വാക്കുകൾ ചാട്ടുളികളായിക്കൊണ്ട് പ്രതിപക്ഷ നിരയിൽ എന്നും ഭരണപക്ഷത്തിന് തലവേദന ഉയർത്തുന്ന ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബഹുമാനനായ ശ്രീ സതീശൻ നയിക്കുന്ന സമരാഗ്നി ജാഥയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ബഹുമാനനായ KPCC ജനറൽ സെക്രട്ടറി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന ആദരണീയരെ, പ്രിയങ്കരെ, കോൺഗ്രസിന്റെ കരുത്തുറ്റ പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഒരു സുദീർഘമായ സ്വാഗത പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. നിങ്ങളെല്ലാം ആവേശത്തോടുകൂടി കാതോർത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അതിഥിയായി ഇവിടെ വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ക്രിക്കറ്റിലെ രാജാവായിരുന്ന നമ്മുടെ അസറുദ്ദീൻ്റെയും വാക്കുകൾക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, ഇന്ന് ഈ ജാഥ നയിക്കുന്നത്, ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവർ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കും. നമുക്കറിയാം, ഇന്ന് കേരളം ഏറെ ദുരിതപൂർണമായ ദുസ്സഹമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളം. ഒരു ഭാഗത്ത് കേന്ദ്രത്തിൻ്റേത്, മറ്റൊരു ഭാഗത്ത് കേരളത്തിൻ്റെ ഭരണവർഗത്തിൻ്റേത്. ഈ രണ്ട് പേരുടെയും കൃത്യമായ ക്രൂരമായ ഈ പറയുന്ന ജൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് ഇന്ന് കേരളം ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാം ചരിത്രത്തെ പോലും മാറ്റിമറിച്ചുകൊണ്ട്, അപനിർമ്മിതി നടത്തിക്കൊണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പോലും ഇല്ലാതെയാക്കിക്കൊണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകരെ ഇല്ലാതെയാക്കിക്കൊണ്ട്, തമസ്കരിച്ചുകൊണ്ട്, നിഗ്രഹിച്ചുകൊണ്ട് ചരിത്ര അപനിർമ്മിതി നടക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും അതെല്ലാം ഇല്ലാതെയാക്കി ഈ രാജ്യത്തെ ഒരു മതാത്മക രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മളത് കാണുകയാണ്, നമ്മളത് കേൾക്കുകയാണ്, നമ്മളത് അനുഭവിക്കുകയാണ്. ഗാന്ധിയെ വധിച്ച നാഥൂറാം ഗോഡ്സെയുടെ പേരിൽ ജില്ല പിറക്കാൻ പോകുന്ന ഇന്ത്യയായി ഇന്ത്യ മാറുകയാണ്. ഇന്ന് കോടതികളും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറുമൊക്കെ ഇന്ന് കേവലം നോക്കുകുത്തികളാക്കി നിലനിർത്തിക്കൊണ്ട് എല്ലാ അധികാരങ്ങളും തൻ്റെ ഉള്ളം കൈയിലേക്ക് സാഹസികമായി സ്വാംശീകരിച്ചുകൊണ്ട് ഒരു വർഗീയ ഫാസിസ്റ്റ് ധ്രുവീകരണത്തിന്
ഈ നാട്ടിൽ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. നമ്മളെ ഒന്നിപ്പിക്കാനല്ല, നമ്മളെ ഭിന്നിപ്പിക്കാൻ, മതപരമായി ഭിന്നിപ്പിക്കാൻ. ഈ രാജ്യത്തെ നേരത്തെ അസ്ഥിരപ്പെടുത്തിയതുപോലെ ഈ രാജ്യം അസ്ഥിരപ്പെടുന്ന രൂപത്തിലേക്ക് ഇന്ന് മാറുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്നൊരു സർക്കാർ, ആ സർക്കാർ ഇപ്പോഴും പള്ളികളുടെ അടിയിലേക്ക് മാന്താനാണ് ശ്രമിക്കുന്നത്. ഇത് ഞാനും നിങ്ങളും വായിച്ചിട്ടില്ലാത്ത, ഞാനും നിങ്ങളും അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ സൗഹൃദത്തിന്റെ ചരിത്രമല്ല നമ്മളെ പഠിപ്പിക്കാൻ തയ്യാറാവുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ വരുന്നതുവരെ ഇന്ത്യയിലുള്ള ഒരു ഭരണാധികാരി ഭരിച്ചപ്പോഴും ഇന്ത്യയിൽ മതപരമായ കലാപം നടന്നിട്ടില്ല എന്നുള്ള ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇന്ന് ബ്രിട്ടീഷുകാരൻ നമ്മുടെ ഡിവൈഡ് ആൻഡ് റൂളിലൂടെ നമ്മളെ പരസ്പരം പോരടിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ തുടർച്ചയായി ഇന്ന് ഈ നാട്ടിൽ അതിനുവേണ്ടി ബോധപൂർവമായി ശ്രമം നടക്കുകയാണ്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുകയല്ല. അതുപോലെ തന്നെ കേരളത്തിന്റെ ദുസ്ഥിതി നിങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തിൽ ഏത് നിലക്ക് നിങ്ങൾ എടുത്തു നോക്കിയാലും, KSRTC-ക്കാരാവട്ടെ, സാധാരണ അയൽക്കൂട്ടം പ്രവർത്തകരാവട്ടെ, അതല്ലെങ്കിൽ ഇന്ന് ഏതു മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ടതെന്താ? 70% വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. എവിടെ? മാവേലി സ്റ്റോറിൽ പോലും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു കേരള ഗവൺമെന്റ്. ഇന്ന് പിണറായി വിജയനും കുടുംബത്തിനും ഇന്ന് കൃത്യമായി അവർക്ക് വേണ്ടി സമ്പാദിക്കുവാനുള്ള ഭരണകൂടമായി ഇന്ന് കേരളത്തിലെ ഭരണകൂടം മാറിയിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമാണ് ഈ കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ പ്രക്ഷോഭയാത്ര ബഹുമാനപ്പെട്ട AICC-യുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് 32ഓളം വലിയ മഹാസമ്മേളനങ്ങളിൽ ജനങ്ങളുമായി സംവേദിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് വരുന്നത്. ഈ യാത്ര ഇന്ന് മലപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് അരീക്കോട് നമ്മൾ നൽകുന്ന ഈ 4 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ, 10,000-കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകർ നൽകിയ ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന KPCC-യുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MP-യെ നിങ്ങൾക്കറിയാം. എന്നും കേരളത്തിന്റെ സാധാരണക്കാരുടെ ദുരിതം അനുഭവിക്കുന്നവരുടെ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രൂരമായ വിനോദങ്ങൾക്ക് വിധേയരായി പലപ്പോഴും മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ രോദനങ്ങൾ ചേർത്തുപിടിച്ച കേരളത്തിന്റെ KPCC പ്രസിഡന്റ് ശ്രീ സാക്ഷാൽ K സുധാകരൻ തന്നെയാണ് ഈ ജാഥ നയിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനെ ഞാൻ ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സവിനയം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ന് അസംബ്ലിയിലും പുറത്തും ഈ കേരള ഗവൺമെന്റിന്റെ, പിണറായി ഗവൺമെന്റിന്റെ, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പൊള്ളത്തരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാണിച്ച, അതിന്റെ യഥാർത്ഥ മുഖം പിച്ചി ചീന്തി നമ്മുടെ കൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച, പുറത്തും അസംബ്ലിക്കകത്തും പുറത്തും കേരളീയ ജനതയുടെ സാമൂഹ്യ ബോധം, കേരളീയ ജനതയുടെ കൃത്യമായ മാനവിക ബോധം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് നിർദ്ധരായ ആദിവാസികളുടെ, ദളിതരുടെ, സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ, കർഷകരുടെ മുഴുവൻ പ്രശ്നങ്ങളും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അത് പ്രതിപക്ഷ നേതാവാണ് നമ്മൾ അഭിസംബോധന ചെയ്യാൻ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെയും ഞാൻ സംഘാടക സമിതിക്ക് വേണ്ടി സവിനയം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുഖ്യാതിഥി ഇതിന്റെ ഉദ്ഘാടകനായി വന്നിട്ടുള്ളത് നമുക്കറിയാം അസറുദ്ദീനാണ്. അസറുദ്ദീൻ നമുക്കറിയാം നമ്മുടെ ആരാധനാപാത്രമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം ക്രിക്കറ്റ് താരങ്ങൾ ഈ പുതിയ തലമുറയെ അല്ലെങ്കിൽ കുറച്ചു മുൻപുള്ള തലമുറയുടെ ഏറ്റവും വലിയ ആരാധനാപാത്രമായ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ തെലങ്കാനയിൽ, ആന്ധ്രാപ്രദേശിൽ, സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസിനെ കരുത്തുറ്റതാക്കാൻ അതിന് നേതൃത്വം നൽകുന്ന ഈ നമ്മുടെ ബഹുമാന്യനായ നേതാവ് ശ്രീ അസറുദ്ദീനെയും ഞാൻ സവിനയം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നിരവധി MLA-മാർ, ഷാഫി പറമ്പിലുണ്ട്, AP അനിൽകുമാർ ഉണ്ട്, PK ബഷീറുണ്ട്, നിരവധി MLA-മാരുണ്ട്. അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ KPCC-യുടെ ഭാരവാഹികൾ മുഴുവൻ ആളുകളെയും ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. മുഴുവൻ ആളുകളെയും KPCC-യുടെ ഭാരവാഹികൾ കഴിഞ്ഞ കുറെ മാസക്കാലമായി ഇതിന്റെ പരിപാടിയുമായി ഇതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജയന്തടക്കം, ജമീലാലിപ്പറ്റയടക്കം മുഴുവൻ ആളുകളെയും, നിയാസ് അടക്കം മുഴുവൻ ആളുകളെയും ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല.
മുഴുവൻ KPCC എൻ്റെ സഹഭാരവാഹികളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷത കൂടി വഹിക്കുന്ന ബഹുമാന്യനായ DCC പ്രസിഡന്റ് VS ജോയിയെ ഞാൻ സവിനയം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കളെയും വിവിധ പോഷക സംഘടനയുടെ നേതാക്കന്മാരെയും എല്ലാവരെയും ഞാൻ സവിനയം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ ഇതിനുവേണ്ടി കുറച്ച് ദിവസങ്ങളായി ബൂത്ത് തലത്തിൽ വീടുകൾ കയറി ഈ കേരളത്തിന്റെ ദുരവസ്ഥയെ ജനങ്ങളുമായി വീട്ടുകാരുമായി സംവേദിച്ച് പൈസ സ്വരൂപിച്ച് അവരുടെ കയ്യിൽ നിന്ന് തുട്ടുനാണയങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ KPCCക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നെത്തിയ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും ബൂത്ത് കമ്മിറ്റിയെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ സവിനയം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ പോഷക സംഘടനകളുടെ നേതാക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ മുഴുവനെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ഇത് കൃത്യമായി ജനങ്ങളോടത്തേക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട DCCയുടെ പ്രസിഡന്റ് ശ്രീ VS ജോയിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സമരാഗ്നി ജാഥ നയിച്ചുകൊണ്ട് പോരാളിയായ നമ്മുടെ പ്രസിഡന്റും പ്രതിപാദനനായ നമ്മുടെ പ്രതിപക്ഷ നേതാവും അരീക്കോട് എത്തിയിരിക്കുകയാണ്. ഈ സമരാഗ്നി ജാഥയ്ക്ക് ആവേശം കൂട്ടിക്കൊണ്ട് നമ്മുടെ അരീക്കോടിൻ്റെ ആവേശം ആകാശത്തോളം ഉയർത്തി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരം മുഹമ്മദ് അസ്റുദ്ദീനും ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരുടെ വാക്കുകൾ കേൾക്കാൻ ആകാംക്ഷയോടുകൂടി നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരാഗ്നി ജാഥ ഈ അരീക്കോടിൻ്റെ മണ്ണിൽ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ ഈ സമരാഗ്നിയെ ഒരു ജനസാഗരാഗ്നിയാക്കി മാറ്റിയ അരീക്കോടിലെ മുഴുവൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പ്രചരണ ജാഥയുമായി കടന്നു വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ആര് ഭരിക്കും ആര് നയിക്കുമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ആര് വീഴും ആര് വാഴും എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പല്ല, നമ്മുടെ രാജ്യം നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ചുവടുവെക്കാൻ പോകുമ്പോൾ ഇന്ന് അസാന്നിധ്യം കൊണ്ട് നമ്മുടെ മനസ്സിൽ സാന്നിധ്യമായി മാറിയ ഒരു നേതാവുണ്ട്. അത് മണിപ്പൂർ മുതൽ ബോംബെ വരെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ മറന്ന് പ്രവർത്തന രംഗത്തിറങ്ങിയ പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ കറുത്ത റോഡിലൂടെ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിപണിയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട അംഗത്തിന് പ്രാർത്ഥനാപൂർവമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരജാലയിലേക്ക് കടന്നു വന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരജാഥ ഒരു സാന്ത്വന ജാഥയാണ്. ഇത് മുതലാളിമാർക്ക് മൃഷ്ടാന ഭോജനം കൊടുക്കുന്ന ഒരു മൃഷ്ടാന യാത്രയല്ല. ഇത് എതിരാളികളെ അടിച്ചൊതുക്കുന്ന ഒരു മർദ്ദന യാത്രയല്ല. ഇത് ആഡംബരത്തിന്റെ ധൂർത്തിന്റെ പര്യായമായിട്ടുള്ള ഒരു ധൂർത്ത യാത്രയല്ല. പാവപ്പെട്ടവന്റെ, പട്ടിണി കിടക്കുന്നവന്റെ, പണിയെടുക്കുന്നവന്റെ കണ്ണീരൊപ്പുന്ന സമരജാഥ നയിച്ചുകൊണ്ട് കടന്നു വന്ന KPCC പ്രസിഡന്റ് പ്രിയപ്പെട്ട K സുധാകരൻ അവർകളെയും പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട VD സതീശൻ അവർകളെയും മലപ്പുറം ജില്ലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനമായി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരം പ്രിയപ്പെട്ട അസ്റുദ്ദീൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ക്യാപ്റ്റൻസി കൊണ്ട് പകരം വെക്കാനില്ലാത്ത അമരക്കാരനായി ഈ രാജ്യത്തെ ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിലെ പ്രിയപ്പെട്ടവരെ അവരുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജ സുൽത്താനായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് അസ്റുദ്ദീൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് ദ പ്രൗഡ് moment, the great Indian cricketer is the real captain of India, former member of parliament Mr. Muhammad Asruddin. He is with us today. I proudly invite Mr. Asruddin to invite this Samaragni procession. എല്ലാവർക്കും സുഖമാനം. എന്താ വിശേഷം? സുഖം. Respected DCC President VS Joy, KPCC President
Mr. K. Sudhakaran, and Member of Parliament as well. Opposition Leader V.D. Satishan, MLA as well. AP Anil Kumar, MLA. P.K. Bashir, MLA Saab. I'm meeting him after a very long time. I'm very happy to see him. And Aryadan Chaukat, Alipeta Jamila, Shafi Parambal, MLA, distinguished people on the dais. I mean, from the KPCC, from the Kerala Congress, and we have the NSUI and KSU also. Yes, I took your name, KSU. Yes, I know. Blue is very good color. I'm so happy to be present here because I was told, I think yesterday morning or afternoon, that I was supposed to be here for this rally, and I'm very happy to be a part of this rally. I know, I mean, you have been fighting the CPM and the BJP for a very long time. I think there is no difference between CPM and BJP because they are only doing politics of hate, actually, to be very honest. And I think we should, I mean, everybody, we have the Muslim League also with us. I mean, we are working in tandem. So, inshallah, I mean, if we can really work very hard and then throw them out as soon as possible is the most important thing, because I think the government here, as the CPM, has not done very well. I mean, they have not done very well, and then I think they are only doing hate politics. And then if you see the, I mean, the rates of commodities, everything is going up, you know, because there is no development, actually, to be very honest. Everybody wants their own share here, because since I'm here since morning, I think I've been told by all the people that this government is very unpopular, and as soon as we can throw them out is most important. And I'm actually very happy to be here in Arikode. I mean, I came to Calicut, Kozhikode many times. I also remember that I played 1 or 2 games in Kozhikode, because I want to tell you one story, sir. Because I was playing in Kozhikode, I scored Hyderabad versus Kerala was the match. I scored 100, and after lunch we were supposed to field, so I was fielding, and the amount of love and affection the people of this Mallapuram area and the Kozhikode and Arikode they gave me, they didn't allow me to field on the ground. The umpire came and told me, sir, please go and sit, don't come onto the ground, because otherwise match will not happen. So I want the same thing to be happening in the parliament election. I want everybody to vote for our party, vote for Congress. I know, I mean, we have really done well in the parliament election. We have got 19 seats, but I think I want to hit a 6 to get that 20 seat. Because it has to be a 20, full 20 you have to win to this time. We don't want any compromises. We want you to win 20, and inshallah, we win 20 seats. I promise you that I will once again come and play with you all. So I would request all the young Congress people, the Congress, young Youth Congress and the NSUI, KSUI to really work hard, because I think you're the people who are going to work hard on the ground. If we work hard on the ground very well, if we field well, I think we will win the game. We will win the contest, we will win the election. So I think the most important thing is that everybody has to work together, because we should not have any differences, because normally it is seen that in our party also, our party makes our party lose, because this is what has been happening for a very long time. Because I whatever I have seen, what I have done, I mean, over a period of time, I am just giving you out my experience. I think if we can work together, if we are together and worked in tandem, I think we would be able to win all the 20 seats in the parliament. We will give good message to our leaders, you know, because this constituency belongs to Rahul Gandhi, and I think you have made him the MP here, I think, and make sure that you give him all the 20 seats, and make sure that he never goes away from Wayanad. Till he is alive, you know, he should only fight from Wayanad, and then people from Wayanad should respect him all the way. I think he's come, I mean, he could have chosen any constituency, and I think he chose Wayanad. I think you people from Wayanad should be very lucky that he is here, and you know, because I think he's done a lot of hard work for the last couple of years. He's been having these yatras and all those things, you know. I think his hard work, I think, has to pay, and I think whatever hard work he has put in, Rahulji, and I think if we can work very hard and if we can take something out of that, and I'm sure we'll be in strong hands. I think we have the very good people here, KPCC
President Saab, Sudhakaran Saab is there. You know, he's a very outstanding personality. I have met him many times in the parliament also, but I think he's an MP, and I think he's really worked very hard for the party, and all the people who are working under him, I think they're working very good, and I make sure that you really work very hard and make sure that the party always remains first in number, because we must always remember that the party is bigger than those who are in the party, because if we do good work, I think our name will be put in the annals of the party, because if you see most of the leaders who have been in the party have done a lot of hard work, we still take their names. So I think we must also do some good for the party, because we remember no one is bigger than the party. The party is always going to stay here. Party will be there forever and ever. I think we will come, people will come and go, presidents will come and go, Karyakartas will come and go, MPs will come and go, MLAs will come and go, anything, DCC president, everything will change. But I think the party has remained there for the last more than 130 years. So it is going to be there. The party is always going to be there. Make sure that we are assets to the party and we work hard and take out. We must go to the public and tell them what the problems are. How this government, the CPM government is behaving, how they are working. I think it's very, very unpopular government. I don't think they will last for another 1 or 2 years there, because if we can work like this, the rally which we had just now with so many people here, especially we have so many women leaders also, there are so many women also, I think they have really worked very hard for the party, and the rally today shows that the Congress is together, and then inshallah with Muslim League with us, and we are going to have a very good election result. I am very happy and proud to be here. The amount of love and affection the people of Kerala has given me has always been on the high, because I remember the first very big match I played for myself. When I was only 14 years, I remember I played at Trivandrum. That was my first big match I played in Trivandrum. So I think the first match I played in Trivandrum, which was in Kerala. So from then on, I think the Kerala people have always loved me, and I really love you all. And I think I'm very thankful for all the love and affection you have bestowed upon me now since I've joined politics. And before I was playing cricket. Now I can't play cricket. I can only watch you people go and hit sixes and then win the game for Congress, which is very, very important. I would like to congratulate everybody here and wish you the very best. I wish the KPCC team the very best. I'm sure that you are going to give a very good result, and then you're going to play a T20 game. So when we win the match, we are going to play a T20 game, but I will only bat. I can't field now. Okay? Thank you very much for coming here, and thank you very much for giving me that honor. And I also thank the KPCC, the Sudhakaran sir and Satish and everybody who's present here on the dais. And thank you very much for inviting me. I wish you all the very best, and I hope, inshallah, at some point of time, I would definitely be coming for campaigning to Kerala in the different parts of Kerala. If I can be of any help in Kerala, sir, I would definitely, please ask me to come here. I'll definitely come and help you all. If there's I love Kerala, and I wish you the best, and I hope and pray that we have a very good and resounding victory in the future parliamentary election. Thank you very much, ladies and gentlemen. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ സമരാഗ്നി ജാഥയുടെ നായകന്മാർ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട KPCCയുടെ പ്രസിഡന്റ്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആശയും ആവേശവും അഭിമാനവുമായ പ്രിയപ്പെട്ട സുധാകരേട്ടൻ ഈ സമരാഗ്നി ജാഥയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയാണ്. അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ ജോയ്, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ, എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ മുഹമ്മദ് നസറുദ്ദീൻ, വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. നേതാക്കളെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഓഡിയൻസ് എനിക്കൊരു ഹരം തന്ന ഓഡിയൻസാണ്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്കുണ്ട് താനും. പക്ഷേ അടുത്ത മീറ്റിംഗ് അരമണിക്കൂറിനപ്പുറത്ത് കാത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും ഞാനും അവിടെ എത്തേണ്ടതുമാണ്. അപ്പോൾ എത്ര സമയം സംസാരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. അതുകൊണ്ട് വളരെ ഷോർട്ടായ ഒരു പ്രസംഗം നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. ഞങ്ങൾ പോയയിടത്ത് ഞങ്ങൾ 5 ദിവസമായി, ഞങ്ങൾ അഞ്ച് ജില്ല ഞങ്ങളിങ്ങനെ ഏതാണ്ട് കവർ ചെയ്ത് നിൽക്കുകയാണ്.
ആ പരിപാടിയിൽ എല്ലായിടത്തും ഇതുപോലെ ആവേശഭരിതമായ ജനസഞ്ചയം, മറ്റു ചില സ്ഥലങ്ങളിൽ ഇതിനേക്കാൾ ഉണ്ടായ സ്ഥലമുണ്ട്. എന്നാൽ പോലും മലപ്പുറം വളരെ ഭംഗിയായി ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം എനിക്ക് അല്പവിശ്വാസവും പകരുന്നുണ്ട്. പോയടുത്തുള്ള എല്ലാ സാന്നിധ്യവും ആളുകളെ ആവേശവും കാണുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിലാണ്, തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അടുത്ത ദിവസം അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് മുമ്പ് നിൽക്കുന്ന ഒരു റാലിക്ക് മുമ്പിൽ നിങ്ങളോട് പറയാൻ ഒരുപാട് ഇതിഹാസ ചരിത്രം പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിനെല്ലാറ്റിനുമുള്ള സമയം നമ്മുടെ മുമ്പിലില്ല എന്നുള്ളത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഈ നാട്, നേരത്തെ എൻ്റെ സ്വാഗത പ്രസംഗം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചു, എവിടെയാണ് ഈ നാട്, എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്? സംസ്ഥാനം നോക്കാനും, സംസ്ഥാന ഭരണം നോക്കിയാലും കേന്ദ്ര ഭരണം നോക്കിയാലും ഈ നാടിൻ്റെ ഭാവി എന്ത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നവൻ്റെ മനസ്സിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ പ്രവർത്തിച്ചിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിമാർ തന്നെ ഒരുപാട് ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും പിണറായി വിജയനോട് തുല്യനായ ഒരു മുഖ്യമന്ത്രിയെ ഇടതുപക്ഷ രംഗത്ത് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം അത്രയേറെ അപമാന ഭാരം കൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പൈതൃകത്തിന് കറയുണ്ടാക്കിയ ശ്രീ പിണറായി വിജയന്റെ ഭരണം ഈ സംസ്ഥാനത്തെ പുതിയൊരു ചരിത്രമാണ്. ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഭരിക്കുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ പറയും, കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഭരിക്കുന്നത്. ജനത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഞങ്ങൾ ഈ ജാഥ കടന്നു വന്ന എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പൊതുജനങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്. മണിക്കൂറുകളോളം ഇരുന്നവരുടെ അവരുടെ സംസാരം കേൾക്കും, അവരുടെ പരാതി കേൾക്കും. പിണറായി വിജയന്റെ ജനസമ്പർക്കം പോലെയല്ല. പിണറായി വിജയന്റെ ജനസമ്പർക്കത്തിൽ സാമ്പത്തിക ശേഷിയുള്ള വ്യവസായികളും കച്ചവടക്കാരും മറ്റ് ബിസിനസ്സുകാരുമാണ്. അതിലൊക്കെ പങ്കെടുത്തവർ, ഞങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്തവർ സാധാരണക്കാരാ, പാവപ്പെട്ടവരാ, തൊഴിലാളികളാ, പാവപ്പെട്ട സമൂഹ വീടിൽ നിന്ന് കുടിൽ നിന്ന് വരുന്നവരാ, പട്ടിണി കിടക്കുന്നവരാ. അവരുടെ ആവലാതി, അവരുടെ പരാതി കേട്ടപ്പോൾ സത്യം പറയട്ടെ, കണ്ണ് നിറഞ്ഞ ദിവസമുണ്ട്. കണ്ണ് നിറഞ്ഞ ദിവസം. അർഹതപ്പെട്ടത് കിട്ടാത്തയിടത്ത്, അവകാശപ്പെട്ടത് കിട്ടാത്തയിടത്ത്, അത് ചവിട്ടി അരച്ച് ധിക്കാരം പറഞ്ഞയിടത്ത് പൊട്ടിക്കരയുന്ന അമ്മമാരുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ദിവസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തൊരു നിയമമുണ്ടോ, നിയമപരിപാലനമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് പരിശോധിക്കുക. ഇവിടെ പോലീസ് ഉണ്ടോ, ന്യായം ഉണ്ടോ? പരിശോധിക്ക്. ആന ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു. എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് കൈക്കൊണ്ടത്? മെനിഞ്ഞാന്ന് ആന കുത്തിക്കൊന്ന ഷാജിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അമ്മയെയും ഭാര്യയെയും മക്കളെയും അച്ഛനെയും ഇളയച്ഛനെയും ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ പൊട്ടിക്കരയുന്ന കൊച്ചുമോളുടെ, പൊട്ടിക്കരയുന്ന അമ്മച്ചിയുടെ ദുഃഖം കാണുമ്പോൾ നമുക്കൊക്കെ കണ്ണിൽ അറിയാതെ വെള്ളം നിറയാണ്. പിണറായി വിജയൻ ആ കുടുംബത്തെ സഹായിച്ചു, വലിയ സഹായം കൊടുത്തു, 10 ലക്ഷം രൂപ കൊടുത്തു. പിണറായി വിജയന്റെ ഒരു മകനാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ 10 ലക്ഷത്തിന്റെ ഉലുവ വാങ്ങാൻ പിണറായി വിജയൻ നിൽക്കോ? ഇന്നലെ അവിടെ വീണ്ടും വന്യമൃഗമെത്തി. ഇന്ന് വാർത്തയുണ്ട്, നിങ്ങൾ കണ്ടു കാണും. എന്തുകൊണ്ടാണ് ഈ വന്യമൃഗ ആക്രമണം ഇതുപോലെ നടക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാനും വനംവകുപ്പ് മന്ത്രിയായ ആളാ. ഞാനും ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഞാനും ഈ ആനയെ തടയാൻ വേണ്ടി ഇലക്ട്രിക് ഫെൻസിങ് മുതൽ എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. മതിലുകെട്ടടക്കം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെ കൊണ്ടൊന്നും ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ലെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ആളാണ് ഞാൻ. അതിന്
മൃഗങ്ങളെ എപ്പോൾ ഏത് കാടിലാണോ ഒരു മൃഗം വരുന്നത് അപ്പം അറിയാനുള്ള സാഹചര്യം ഇന്നുണ്ട്, അപ്പം അറിയാനുള്ള സന്ദർഭമുണ്ട്, അതിന് മാത്രമുള്ള ടെക്നോളജി ഉണ്ട്. അത് കിട്ടിയാൽ അവനെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഉണ്ട്. 2 ദിവസം മുമ്പ് ഷാജിയെ കൊന്ന ആന 2 ദിവസം മുമ്പ് ആ കാട്ടിന്റെ പരിസരത്തുണ്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം. പക്ഷേ ആനയെ കണ്ടെത്താൻ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചില്ല. കഴിവ് കെട്ടവരാ. അതുകൊണ്ടാണ് സാധിക്കാതെ പോയത്. അതുകൊണ്ട് കാര്യക്ഷമതയില്ലാത്തൊരു ഫോറസ്റ്റ് വകുപ്പിനെ വെച്ച് ആ ഫോറസ്റ്റ് വകുപ്പിനെ ഭരിക്കുന്ന മന്ത്രി എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടോ? ഇത്രയേറെ അപകടമുണ്ടായിട്ടും ആ അപകടമുണ്ടായ വനമൊന്ന് പരിശോധിക്കാൻ, അല്ലെങ്കിൽ അതിന് ഇരയായവരെ ഒന്ന് പോയി കാണാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഈ മന്ത്രി മെനക്കെട്ടിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കിയിട്ടില്ല മന്ത്രി, തിരിഞ്ഞു നോക്കിയിട്ടില്ല മുഖ്യമന്ത്രി. ഇവരാരും ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള മട്ടിൽ അങ്ങ് ഈ ചെവി കേട്ട് ഈ ചെവിയിൽ അങ്ങ് വിടുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറും വാളയാറും 5 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളെ മാനഭംഗപ്പെടുത്തി ആ കുട്ടിയെ കൊന്ന് ആ കുട്ടിയെ കെട്ടിത്തൂക്കി. പോലീസ് പ്രതിയെ പിടിച്ചു. പക്ഷെ പോലീസ് പ്രതിയെ പിറ്റേ നാളങ്ങ് വിട്ടു. അവന്റെ പേരിൽ കേസെടുക്കരുത് എന്ന് ഉന്നത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം വന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. സമരമുഖത്ത് ആളുകൾ ഇറങ്ങി അവസാനം അവന്റെ പേരിൽ കേസെടുക്കേണ്ടി വന്നു. വാളയാറിൽ ഒരു ചേച്ചിയും അനിയത്തിയും ആ 2 പെൺകുട്ടികളെ മാസങ്ങളോളം ബലാത്സംഗം ചെയ്ത് തൂക്കിക്കൊന്ന് അവരെ കൊലപ്പെടുത്തി കൊന്നവരെ തൂക്കിക്കെട്ടി. ആ കേസും അതുപോലെ SFI DYFI നേതാവാണ് അതിലെ പ്രതി എന്ന് വന്നപ്പോൾ ആ കേസിൽ അവനെ വിട്ടു. പക്ഷേ നാട്ടുകാരും ആളുകളും ഒക്കെ രംഗത്തിറങ്ങിയപ്പോൾ വീണ്ടും കേസെടുക്കേണ്ടി വന്നു. ഞാൻ ചോദിക്കുന്നു, പിണറായി വിജയന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലുമാണ് ഈ ഒരു അനുഭവമുള്ളതെങ്കിൽ പിണറായി വിജയൻ സഹിക്കോ? പിണറായി വിജയന് ഭ്രാന്ത് വരില്ലേ? സ്വന്തം മകളെ പീഡിപ്പിച്ച ഒരു കൊലയാളിയെ വിട്ടുകളയാൻ പാർട്ടി രാഷ്ട്രീയം നോക്കി തീരുമാനമെടുത്ത് നിർദ്ദേശം കൊടുത്ത പിണറായി വിജയന്റെ പോലീസിനെ പിണറായി വിജയൻ എങ്ങനെ ഡീൽ ചെയ്യും? മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ. ഓരോ വകുപ്പും ഞങ്ങളുടെ മുമ്പിൽ വന്ന പരാതിയിൽ എന്തെല്ലാം പരാതികളാണെന്ന് അറിയാമോ? ജീവിക്കാൻ വകയില്ലാത്ത കർഷകർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയ കാർഷിക വിളക്ക് സാമ്പത്തികമായി സഹായം കൊടുക്കാതെ, വില കൊടുക്കാതെ പട്ടിണി കിടന്ന കർഷകന്മാർ. കുട്ടനാട് ഞാൻ മരിച്ചെടുത്ത് പോയിട്ടുണ്ട്. കർഷകൻ ആത്മഹത്യയെടുത്ത് ഞാൻ പോയിട്ടുണ്ട് 2 തവണ. അദ്ദേഹത്തിന് പൈസയുണ്ട്, അദ്ദേഹത്തിന് താങ്ങുവില കൊടുത്തില്ല. നെല്ലളന്ന് കൊണ്ടുപോയി, പക്ഷെ താങ്ങുവില കിട്ടിയില്ല. താങ്ങുവില കിട്ടാത്തത് കൊണ്ട് ബാങ്കിലുള്ള ലോണിന്റെ പൈസ അടക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു, ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. ഇവർ ഉദ്യോഗസ്ഥന്മാരെ പോയി കണ്ടു, ഇതാ എന്നെ ജപ്തി ചെയ്യാൻ പോവുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ നെല്ലിന്റെ താങ്ങുവില കൊടുക്കാത്ത നിഷ്ഠൂരന്മാർ ഈ സർക്കാർ കൊടുത്തില്ല. അതുകൊണ്ട് പോയി ആ രക്ഷയില്ല. നാളെ സർവേക്ക് വരികയാണ്, ഭൂമി ഏറ്റെടുക്കാൻ വരികയാണ്. അദ്ദേഹം രാത്രി ആത്മഹത്യ ചെയ്തു. ഒരാളല്ല, 2 പേർ അതുപോലെ ആത്മഹത്യ ചെയ്തു. ആരാ മരണത്തിന്റെ ഉത്തരവാദി? ആ മരണത്തിന്റെ ഉത്തരവാദി ആരാ? അതുപോലെ എത്രയോ കർഷകന്മാരുണ്ട്, കാശ് കിട്ടിയിട്ടില്ല, ജീവിക്കാൻ വകയില്ല, പട്ടിണിയാണ്, സാധനത്തിന്റെ വില കുതിച്ചു കയറുന്നു. ഇന്ന് കണ്ട റേറ്റ് അല്ല നാളെ, നാളെ കണ്ട റേറ്റ് അല്ല മറ്റന്നാൾ, കുതിച്ചു ഉയരുന്നു. അതിനൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല. ഇവിടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണമില്ല. ഉച്ചക്കഞ്ഞി പട്ടിണി കിടക്കുന്ന കുടുംബത്തിലെ കൊച്ചുമക്കൾക്ക് ഉച്ചക്കഞ്ഞി കൊടുത്ത നാടാണ് ഈ നാട്. ആ ഉച്ചക്കഞ്ഞി ഇന്ന് കൊടുക്കുന്നില്ല. ആ കൊച്ചുമക്കളോട് പോലും നീതി പുലർത്താൻ സാധിക്കാത്ത ഈ നാണം കെട്ട മുഖ്യമന്ത്രി എന്തിനിവിടെ ഭരിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്തിന് ഭരിക്കണം? ഈ വികാരം, ഈ വിചാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം.
വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അണമുറിയാത്ത മനുഷ്യന്റെ ദുഃഖത്തിന്റെ പ്രവാഹം, ആ കഥകൾ ജനങ്ങളിലേക്ക് പ്രവഹിപ്പിച്ച് ജനങ്ങളെ മനസ്സിൻ്റെ അകത്ത് പരിവർത്തനം ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. പിണറായി വിജയന് പ്രശ്നമില്ല, കാരണം കട്ട് നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട്. മകള് ബാംഗ്ലൂരിൽ കേസിന് പോയിരിക്കുക. എക്സാലോജി കമ്പനിയുടെ മുതല് പിണറായി വിജയൻ പത്രങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? എങ്ങനെയാണ് ഉണ്ടാക്കിയത്? പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്. ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് എക്സാലോജിക്ക് ഉണ്ടാക്കിയെന്നാ പറഞ്ഞത്. എൻ്റെ കൈ ശുദ്ധം, എൻ്റെ മടിക്കുത്ത് ശുദ്ധം, എനിക്ക് അഴിമതിയില്ല എന്ന് നാണം കെട്ട രീതിയിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കി മാധ്യമങ്ങളോട് പറഞ്ഞ മുഖ്യമന്ത്രി സ്വന്തം മകൾ എക്സാലോജിക്ക് ഉണ്ടാക്കിയതിൻ്റെ വരുമാന മാർഗം പറഞ്ഞപ്പോൾ ഈ നാട് പൊട്ടിച്ചിരിച്ചില്ലേ? ഇയാളെ ഭാര്യ ആരാ? UP സ്കൂൾ ടീച്ചറാ. പെൻഷൻ എത്രയാ കിട്ടുക? ഏത് എക്സാലോജിക്കാ വീട് കെട്ടാൻ പോകുന്നത്? കക്കൂസ് കെട്ടാൻ പറ്റുമോ? എന്നിട്ട് വേണ്ടേ എക്സാലോജിക്ക് കെട്ടാൻ? കോടികളല്ലേ എക്സാലോജിക്കിന്റെ മുതൽ മുടക്ക്. എവിടെ നിന്നുണ്ടാക്കി പണം? ആ എക്സാലോജിക്ക് ഉണ്ടാക്കി, ആ എക്സാലോജിക്കിലൂടെ കോടാനുകോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. SFOയുടെ കേസ് കണ്ടില്ലേ? ഇവിടുത്തെ കോടതി പറഞ്ഞു അന്വേഷിക്കണം. പക്ഷേ ഹൈക്കോടതി ബാംഗ്ലൂരിൽ പോയി അവിടെ കേസ് ഫയൽ ചെയ്തു. അവിടെ കേസ് വാദിക്കുകയാണ്. എന്തേ? അവർ അഴിമതിയൊന്നും നടത്തിയിട്ടില്ല എന്നാണ്. നമ്മുടെ പൂഴിക്കാരൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയ മാസപ്പടിയൊക്കെ ഈ രാജ്യത്തെല്ലാ ആളുകൾക്കും അറിയുന്നല്ലേ, എന്നിട്ടും ലജ്ജയില്ലാതെ എങ്ങനെ ഇത് നിഷേധിക്കുന്നു എന്നതാ എനിക്ക് അത്ഭുതം. ഇതൊക്കെ മനുഷ്യന്മാരാണോ? മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണോ? മനുഷ്യന്റെ കോലത്തിലാണോ? മനുഷ്യന്റെ രൂപത്തിലാണോ? മനുഷ്യന്റെ ഭാവത്തിലാണോ? ഇതൊക്കെ കണ്ടാമൃഗങ്ങളല്ലേ എന്ന് സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇതൊക്കെ തുറന്ന് കാണിക്കണം. പിണറായി വിജയന്റെ ഏക പ്രതീക്ഷ എന്തെന്നറിയാമോ? കയ്യിൽ BJP ഉണ്ട്, അദ്ദേഹത്തെ രക്ഷിക്കാൻ കയ്യിൽ BJP ഉണ്ട്. അത്യാവശ്യം വേണ്ട വോട്ടൊക്കെ അവർ ചെയ്തു കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് പിണറായി എന്ന് ജയിലിൽ പോകണം. പിണറായി വിജയന്റെ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണ്. എന്തിനാണ് ജയിലിൽ നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഭവന നിർമ്മാണത്തിൽ കോടികൾ വെട്ടിപ്പ് നടത്തി. ഞാൻ ചോദിക്കുന്നു, ശിവശങ്കരനാണോ നടത്തിയത്? ആ വകുപ്പിന്റെ മന്ത്രിയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കാണാത്തൊരു ഫയൽ അവിടെയില്ല. മുഖ്യമന്ത്രി അറിഞ്ഞാണ് ഈ കൊള്ള നടന്നത് എന്ന് രാജ്യത്തെ എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷേ കേന്ദ്ര ഏജൻസി വന്നപ്പോ അന്വേഷണം ശിവശങ്കരിൽ മാത്രം ഒതുക്കി. അത് ഒതുക്കേണ്ടി വന്നതാ. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വനിത, അവർ കൊണ്ടുവന്ന കുറെ തെളിവുകൾ മാധ്യമങ്ങളിൽ പോയപ്പോ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് വന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഒരു കേസ് വന്നത്. അവരെ പറ്റിൽ കേസെടുത്തു. ശിവശങ്കരൻ ജയിലിൽ പോയി. ആ ഫയലിൽ ഒപ്പുവെച്ച പിണറായി വിജയനല്ലേ ആദ്യം ജയിലിൽ പോണ്ട്? എന്തുകൊണ്ട് പോയില്ല? അവിടെ BJP സഹായിക്കാൻ BJP ഉണ്ടായി. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ കള്ളപ്പണ കേസിൽ വിട്ടു. കേസിൽ പ്രതിയായി പിടിച്ചു പോലീസ്. പിണറായി വിജയന്റെ പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തില്ല. പിണറായി വിജയൻ സുരേന്ദ്രനെ വിട്ടു. സുരേന്ദ്രൻ പിണറായി വിജയനെയും വിട്ടു. പരസ്പര ധാരണ. ഡോളർ കേസ്, കോടാനുകോടിയുടെ പണം കള്ളപ്പണ കേസ്, ഇതെല്ലാം എവിടെ നിൽക്കുകയാണ്? ഇതിന്റെ പുറത്തൊന്നും പിണറായി വിജയൻ ശിക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. SNC ലാവലിൻ കേസ് നിങ്ങൾക്കറിയാം. 38 തവണയാണ് മാറ്റിവെച്ചത്. 38 തവണ. ഏതെങ്കിലും കേസ് ഉണ്ടാവും അങ്ങനെ? എന്തുകൊണ്ടാണ് മാറ്റുന്നത്? ആരാ മാറ്റുന്നത്? BJP സർക്കാരിന്റെ നിർദ്ദേശം.
ജഡ്ജിമാരും മാറ്റും. അതെന്നെടുക്കുന്നോ അന്ന് പിണറായി വിജയൻ ജയിലിൽ പോവും. അത് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിണറായി അതിനെ മേലെ വീണും ഭരിച്ചു നിൽക്കുക. എന്തൊരു ഭയഭക്തി ബഹുമാനമാണ് നരേന്ദ്രമോദിയോട് പിണറായി വിജയന്. ഒരു 30 കണ്ടിന്റെ ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ? തറവാട്ടുകാരനോന്റെ മുമ്പിൽ മരുവൻ നിൽക്കുന്ന പോലെയാണ്. തലയെല്ലാം കുലിച്ച് എന്തൊരു ഭവ്യതയിലായിരിക്കുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രക്ഷകനും. ഏത് വേഷവും കെട്ടാൻ. ഞാൻ വാക്കുകൾ ചുരുക്കുക. നരേന്ദ്രമോദിയെക്കുറിച്ച് 2 വാക്ക് പറയാതെ പോയാൽ, സ്വാഗത പ്രാസംഗികന് ഒത്തിരി കാര്യം, കുറച്ച് കാര്യം ഇവിടെ പറഞ്ഞു. ഇവിടെ ഇന്ത്യ രാജ്യം മതേതരത്വമാണ്. ഈ രാജ്യത്തിൻ്റെ അടിത്തറ മതേതരത്വമാണ്. ആ മതേതരത്വം ഇന്ത്യക്ക് നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഗാന്ധിജിയാണ്, നെഹ്റുജിയാണ്, കോൺഗ്രസ് നേതാക്കളാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ചിതറിക്കിടന്ന മണ്ണ, വ്യത്യസ്തമായ രാജ്യങ്ങൾ, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ ആചാരങ്ങൾ, വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങൾ, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങൾ, എല്ലാം വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യത്തെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യം ഏറെക്കാലം നിലനിൽക്കുന്നില്ല ഇല്ലെന്ന് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രമീമാംസകന്മാരും പറഞ്ഞിട്ടുണ്ട്. പല പത്രങ്ങളും എഡിറ്റർ കോൾ എഴുതിയിട്ടുണ്ട്. ഭരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ നിലനിൽക്കില്ല. നെഹ്റുവിന് ഭരണരംഗത്ത് പരിചയമില്ലാത്ത നെഹ്റുവിന് ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് ലോകത്തെങ്ങാടും. പക്ഷേ ഈ നാട് നിലനിന്നില്ലേ? ഈ നാട് നിലനിന്നില്ലേ? ലോകരാഷ്ട്രത്തിന്റെ മുമ്പിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം കോർത്തിണക്കി ഒരു കണ്ണിയിൽ കോർത്ത മുത്തുപോലെ ഈ വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഈ രാജ്യത്ത് കൊണ്ടു നടന്നില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ആരാണതിന്റെ പിറകിൽ? ആരാണതിന്റെ പിറകിൽ? ഹിന്ദുവിന്റെ മനസ്സിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, മുസൽമാന്റെ മനസ്സിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ക്രിസ്ത്യാനിയിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, പഞ്ചാബിയിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ഈ വൈവിധ്യമാർന്ന മനസ്സുകളിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വിചാരധാരയാണ് കോർത്തിണക്കപ്പെട്ട കണ്ണി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കോൺഗ്രസ് എപ്പോൾ തകരുന്നുവോ അന്ന് ഈ നാട് തകരും. മതപരമായും ഭാഷാപരമായും ആശയപരമായും ഈ നാട് തകരും. അതുകൊണ്ട് ഈ നാട് ഉണ്ടാക്കിയത്, ഈ ജാതികളെയും മതങ്ങളെയും ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാ. ആ കോർത്തിണക്കിയ കോൺഗ്രസ് ഇല്ലാതായാൽ ഇന്ത്യ രാജ്യമില്ല. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ള തിരഞ്ഞെടുപ്പാ. ഇവിടെ മതപരമായ വ്യത്യസ്തത പൊക്കിയെടുത്ത് നരേന്ദ്രമോദി ലോകം മുഴുവൻ ചുറ്റിയാണ്. ഒരു പ്രത്യേക മതത്തിന്റെ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു ലോകമെമ്പാടും. ആര്? നരേന്ദ്രമോദി. ഇയാൾക്ക് അപമാനമില്ല, അപമാനബോധമില്ലേ? എല്ലാ രാജ്യത്തും പോയി അവിടെ മുസ്ലിം കൺട്രി പോയി അവിടെ ഉണ്ടാക്കുന്നു അമ്പലം. മറ്റ് രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ ഉണ്ടാക്കുന്നു അമ്പലം. ഇന്ത്യ രാജ്യത്ത് നേരാപ്പാര നടന്ന അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു. അമ്പലങ്ങൾ ഉണ്ടാക്കി ഈ രാജ്യത്തെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നരേന്ദ്രമോദി കരുതുന്നുവെങ്കിൽ വിഡ്ഢ്യാസുര, നിങ്ങൾ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗലോകത്തിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആശങ്കയോടുകൂടി അതിനെ വിലയിരുത്തണം. ഇവിടെ മതങ്ങളെ മതത്തിന്റെ വേലിയേറ്റത്തിൽ ഈ നാടിനെ തളക്കാൻ കൊണ്ട് നടക്കുക. മണിപ്പൂരിലുണ്ടായ വർഗീയ കലാപം നിങ്ങൾക്കറിയില്ലേ? എത്ര ആളുകളാ കൊല്ലപ്പെട്ടത്? എത്ര ആളുകളുടെ വീട് തകർക്കപ്പെട്ടത്? എത്ര ആളെയാണ് വെട്ടിനുറുക്കി കൊന്നത്? എന്നിട്ട് ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ഒന്ന് അപലപിച്ചോ? ഒന്ന് വിമർശിച്ചോ? ഒന്നവിടെ പോയോ? ഇല്ല. പോയി ഒരാൾ. ആരെന്നറിയാമോ? വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് 4000 കിലോമീറ്റർ നടന്ന് ഇന്ത്യയിലെ കോടാനുകോടി ആളുകളോട് പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി.
അദ്ദേഹം പോയി. അദ്ദേഹത്തെ ജനം ആശ്ലേഷിച്ചു. അദ്ദേഹം അവരുടെ വികാര വിചാരങ്ങൾ പങ്കിട്ടു. രാഹുൽ ഗാന്ധി ഇന്നും നടക്കുക, ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുക. പ്രധാനമന്ത്രിയാകാനല്ല, കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റാനല്ല. രാഹുൽ ഗാന്ധി പോകുന്നത് ജനമനസ്സിൽ സ്നേഹത്തിന്റെ നൂലിടകളിൽ മനുഷ്യ മനസ്സുകളെ ബന്ധിച്ച് ഈ നാടിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാനുള്ള ആഹ്വാനമായിട്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. രാഹുൽ ഗാന്ധി ജീവിക്കുന്ന മണ്ണിൽ മതങ്ങളെ കൊണ്ടു നടക്കുന്ന നരേന്ദ്രമോദിക്ക് ഇടം നൽകാമോ? ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരണം, മോഡിയെ തറപറ്റിക്കണം. വർഗീയ വിഷം പരത്തുന്ന മോഡിയുടെ രാഷ്ട്രീയ ഭരണത്തിന് അവസാനത്തെ അംഗം കുറിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിക്കാം, ഐക്യത്തോടു കൂടി മുൻപോട്ട് പോകാം. നിങ്ങളിവിടെ കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു, എൻ്റെ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ നമുക്ക് 18 ഇത്തവണ ഞാൻ പറയുന്നു 20 ഔട്ട് ഓഫ് 20 അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ആ ടാർഗറ്റ് കൈവരിക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ കാണിക്കണം. അതിന് ഞങ്ങൾ നടത്തുന്ന ഈ ജാഥ, ആ ജാഥയിൽ നിന്ന് നിങ്ങൾ ഇൻസ്പയറിംഗ് ആവണം. ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ കരുത്ത് 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഓരോരാളുകളും സടകുടഞ്ഞെഴുന്നേൽക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം. എൻ്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ പ്രിയങ്കരനായ MLA, ഏറനാടിൻ്റെ വികസന നായകൻ പ്രിയപ്പെട്ട ബഷീർക്ക നിങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. പ്രിയങ്കരനായ അധ്യക്ഷ സുഹൃത്ത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട VS ജോയി അവർകളെ, KPCCയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ആദരണീയായ K സുധാകരൻ സാർ അവർകളെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഇന്ന് കേരള നിയമസഭയിൽ ഭരണപക്ഷം നിരന്തരമായി കടന്നാക്രമിക്കുകയും എന്നാൽ ഭരണപക്ഷത്തിൻ്റെ വെടിസ്വപ്നവുമായ എൻ്റെ ബഹുമാന്യ സുഹൃത്തു കൂടിയായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർകളെ, നമുക്കൊക്കെ പ്രിയങ്കരനും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇതിഹാസമായിരുന്ന പ്രിയപ്പെട്ട അസറുദ്ദീൻ സാഹിബ് അവറുകളെ, വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രസംഗിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ നേരല്ല. കാരണം VD പ്രസംഗിക്കണം. എന്നോട് പറഞ്ഞ ആദ്യം ഒന്ന് പറഞ്ഞു മൈവിൻ്റെ ബാങ്ക് കൊടുക്കാനായി. നിങ്ങളെ കാണുമ്പോൾ എന്താ പറയുക, കഴിഞ്ഞ നവംബർ 30 ഒരു കൂട്ടർ നവകേരള സദസ്സുണ്ട്, അത് ചേരാട്ട മൂത്തക്ക് കൂടെ മാതി ഇങ്ങനെ വിരലിൽ കുടിച്ച മാതിരി ആൾക്കാരുണ്ട്. നിങ്ങൾ സ്വയം നല്ല പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ കോൺഗ്രസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നാകാൻ കഴിഞ്ഞു, അതിനൊരു തെളിവാണ് നിങ്ങൾ ഇത്. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോട് കൊടുക്കണം. നിലനിൽപ്പിൻ്റെ പ്രശ്നം അപ്പോൾ യോജിച്ച് നിന്നിട്ട് ഇവിടെ KPCC പ്രസിഡന്റ് പറഞ്ഞ മാതിരി 20 സീറ്റ് കിട്ടാനുള്ള എല്ലാ ഇതുണ്ടാവും. നിങ്ങൾ ഉഷാറാണ്, എനിക്ക് നന്നായി അറിയാം. നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചാണ് നിന്നാൽ നമുക്ക് എല്ലാം കഴിയും. പിണറായി വിജയനെയും തോൽപ്പിക്കാൻ കഴിയും. അതിന് നിന്നുണ്ട് ആദ്യം അവനാ നിലനിട്ടേ മറ്റവനെ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പം മറ്റവരെ എന്തെങ്കിലും ഇരടുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണ്ട. നമുക്ക് അവരൊക്കെ ഏത് അർത്ഥത്തിലും CPM-നെ നേരിടുക. കോൺഗ്രസ് വലിയൊരു പാർട്ടിയല്ലേ. കഴിഞ്ഞ 54 കൊല്ലമായി മുസ്ലിം ലീഗ് കോൺഗ്രസുമായി അതിൻ്റെ 2 കൂട്ടരെയും ലീഗിൻ്റെ പ്രശ്നം വന്നാൽ കോൺഗ്രസിൻ്റെ പ്രശ്നം വന്നാൽ അത് സുഖത്തിനും ദുഃഖത്തിനും ഒരുമിച്ച് നിൽക്കുന്ന, അങ്ങനെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും ഒറ്റക്കെട്ടായി നിട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഉള്ള ഒരു തുടക്കമാകട്ടെ ഈ സമരാഗ്നി ജാഥ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി. ജയ് ഹിന്ദ്. നമ്മുടെ സമരാഗ്നിയുടെ ജാഥാ നായകൻ, ജനാധിപത്യ കേരളത്തിൻ്റെ ജനപക്ഷ നേതാവ്, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട VD സതീശൻ അവർകൾ നിങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VS ജോയി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ദുർഭരണത്തിനെതിരായി നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ സമരാഗ്നിയിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും
ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. നമുക്കറിയാം, ദേശീയ തലത്തിൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ, ഈ രാജ്യത്തിൻ്റെ ജനതയെ മുഴുവൻ ഭിന്നിപ്പിക്കാൻ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനുമായി സംഘപരിവാർ ശക്തികൾ ഇറങ്ങുന്നു. അവരുടെ ലക്ഷ്യം ആളുകളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് നേടി വീണ്ടും അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു. നമ്മുടെ രാജ്യം അപകടകരമായ വഴികളിലൂടെ പോകുന്നു. ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ നമ്മുടെ ഈ ജനാധിപത്യ രാഷ്ട്രത്തെ അവർ ശ്രമിക്കുന്നു. അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ അടിച്ചൊടിക്കപ്പെട്ട അസ്ഥികളും അരയ്ക്കപ്പെട്ട മാംസവും വെള്ളവും വളവുമാക്കിയിട്ടാണ് ഈ രാജ്യത്തെ പടുത്തുയർത്തിയത്. ആ സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ചരിത്രപരമായ ബാധ്യത ഏറ്റെടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമുക്കാണുള്ളത്, നമുക്ക് മാത്രമാണുള്ളത് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അഴിമതി കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ധൂർത്തുകൊണ്ട് ഈ കേരള നാടിനെ നശിപ്പിച്ച ഈ പിണറായി സർക്കാരിൻ്റെ ധിക്കാരികളുടെ ഈ ഭരണത്തിന് താക്കീത് നൽകാൻ കൂടിയുള്ള അവസരമാക്കി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. ഈ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായ ഈ ഫാസിസത്തെയും കമ്മ്യൂണിസത്തെയും അവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് വലിയ പാരമ്പര്യമുള്ള, മഹിതമായ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. ആ ചരിത്ര ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ മഹായുദ്ധത്തിന് പോകുമ്പോൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അണിനിരന്ന് ശത്രുവിനെ തോൽപ്പിക്കുക എന്നത് മാത്രമാകണം നമ്മളെ ലക്ഷ്യം. വർഗീയതയെ ഈ ഇന്ത്യയുടെ മണ്ണിൽ കുഴിച്ചു മൂടും എന്നുള്ള പ്രഖ്യാപനമാണ് നാം എടുക്കേണ്ടത്. ഈ ദുർഭരണത്തിന് താക്കീത് നൽകാനും നമ്മൾ പോകുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അഭിമാന താരം പ്രിയപ്പെട്ട മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്റുദ്ദീൻ അവർക്ക് ക്രിക്കറ്റ് ബാറ്റ് കൈമാറിക്കൊണ്ട് മലപ്പുറം ജില്ലയിലെ കായിക വേദിയുടെ സഹപ്രവർത്തകന്മാർ ഈ സംഗമത്തെ പങ്കാളികളാവുക. പ്രിയപ്പെട്ടവർ